ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് മിസ്സിംഗ് കംപ്ലൈൻറ്റ് ആണ്. മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഹെഡ്ലൈറ്റ് ഇട്ട് ഓടുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ അസംബ്ലി മാറ്റണ കേസ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. വാഷിങ്ങിൻ്റെ കേസ് വാട്ടർ സർവീസ് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കൊരു ഏകദേശം ഒരു 20-നും 30-നും ഇടയിലൊക്കെ ഓടുന്ന സമയത്താണ് മിസ്സിങ് കൂടുതലായിട്ട് കാണിക്കുക. അത് നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ പ്രോബ്ലംസ് വരാം. പെട്രോൾ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടാതെ കാർബറേറ്ററിലേക്ക് കിട്ടാതെ വരുമ്പോഴും, അതായത് എഞ്ചിന് ബേണിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് പെട്രോളിൻ്റെ മിക്സർ കിട്ടാണ്ട് വരുമ്പോൾ മിസ്സിങ് കാണിക്കും. അതിൻ്റേതായിട്ടുള്ള ലക്ഷണമാണ് അത് മെയിനായിട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ സെയിം കംപ്ലയിൻറ്റ് തന്നെ പവർ കിട്ടാതെ വരുമ്പോഴും, അതായത് ആ ചെല്ലണ പെട്രോളിനെ കത്തിക്കാനുള്ള ഇഗ്നീഷൻ കിട്ടാതെ വരുമ്പോഴും ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പ്ലഗിലേക്കുള്ള പവർ സപ്ലൈ ഒക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ ഷോർട്ടിങ്ങോ കട്ടാവുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കാർബറേറ്റർ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് വന്നത്. അത് നമ്മൾ ക്ലിയർ ചെയ്തപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ഓടിച്ച് നോക്കിയതിന് ശേഷമാണ് കറക്റ്റായിട്ട് അത് എന്തിൻ്റെ ആണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്ലോജറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അതാണ് പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻസിൻ്റെ ഒരു ലക്ഷണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസായിരുന്നു ജനറൽ സർവീസായിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നതും പ്രകാരം നമ്മൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. നമുക്ക് അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിരുന്നു കേട്ടോ, തുരുമ്പൊക്കെ ഈ റെസ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബ്രേക്ക് ലൈൻഡർ തന്നെ ക്ലീൻ ചെയ്തിടാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ നമുക്കതിൻ്റെ ബാക്കിലത്തെ ടയർ സെറ്റ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ടയറാണ്. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളായിട്ടൊന്നും ചേട്ടാം. അപ്പോൾ നിലവിൽ ബ്രേക്ക് ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്തുള്ള ദിവസമുള്ളൂ ബ്രേക്കുമായി ബന്ധപ്പെട്ട്. പിന്നെ അതിന് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും, തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. നമുക്ക് CVT ക്ലച്ചാണ്. നമുക്ക് ഓരോ സർവീസിൽ നമ്മളത് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഈ സൈഡിൽ നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗ്രീസിങ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടി വരാം. പിന്നെ ഓരോ പാർട്സുകളുടെയും പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നല്ല ഡാമേജ് ഉള്ളതോ തേയ്മാനത്തിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജനറൽ സർവീസിൽ വന്ന ഉറക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ് എന്ന് കരുതി നമുക്കിപ്പോൾ അത് മാറ്റണമെന്നില്ല. നമുക്ക് അടുത്ത സർവീസ് വരെയൊക്കെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും. അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് 3000 കിലോമീറ്റർ, അടുത്ത 3000 കിലോമീറ്റർ, അതല്ലെങ്കിൽ 4 മാസം. അതാണ് അതിൻ്റെ സർവീസിൻ്റെ കാലാവധി. അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളും. പിന്നെ നമ്മളതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് നോക്കിയാണ്. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നോക്കി നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. അതിനകത്ത് ഈ റോളർ സെറ്റിൽ വരുമ്പോഴത്തേക്കും ചെറിയ സൈഡ് തിരിഞ്ഞുള്ള തേയ്മാനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് എഴുതിയിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള തേയ്മാനമുണ്ട്. അപ്പോൾ എന്ന് എഴുതി നമുക്കിപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. നമ്മൾ ഓരോ സർവീസിലും ജനറൽ സർവീസായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നതെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൂടുതൽ പ്രോബ്ലം ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസുകളിൽ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ക്ലച്ച് ഓൾറെഡി നമുക്ക് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്യുമ്പോഴുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളും ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിലവിൽ ഇപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ കാർബറേറ്ററിൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. കാർബറേറ്ററിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാർബറേറ്റർ ചെക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ ഈ ഒരു ജെറ്റ് സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ആ ബ്ലോക്കും കൊണ്ട് മാത്രം നമുക്ക് ആ മിസ്സിങ് വന്നൊന്നുമില്ല. അപ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വന്നത് പെട്രോൾ കറക്റ്റ് കിട്ടാതെ, പെട്രോൾ എയർ ഫയർ ഈ മൂന്നും കറക്റ്റ് അല്ലെങ്കിലാണ് പ്രോബ്ലംസ് വരിക. ഇപ്പോൾ നമ്മൾ പെട്രോളിൻ്റെയും എയർ സെക്ഷനൊക്കെ കറക്റ്റ് ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും അഡീഷണൽ കാണിക്കുകയാണെങ്കിലാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഭാഗമായിട്ട് നോക്കേണ്ടി വരിക. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലഗിലേക്ക് പോകുന്ന വയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ പവർ സപ്ലൈ കറക്റ്റായിട്ടുണ്ട്. അത് ഏത് സമയമാണ് കട്ടാവണേന്നുള്ള ദിവസമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇനി കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ വരാൻ സാധ്യതയുള്ള ഐറ്റംസൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ CDI എന്നൊക്കെ പറഞ്ഞ യൂണിറ്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സും കൊണ്ടൊക്കെ വന്നുകൂടായില്ല വരാം. കാരണം ഇതുമേ നിലവിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതുമേ ഇരിക്കുന്ന CDI ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് CDI ആണ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ ഒരു കാരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് CDI മേടിച്ച് മാറ്റി വെച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. CDI എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12,000 നമുക്ക് വില വരുന്ന സംഭവമാണ്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകളൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിന് ശേഷം നോക്കാം. എന്നിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ മിക്കവാറും നമുക്ക് ആ CDI യൂണിറ്റ്
മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വന്നേക്കും. അത് വെച്ച് നോക്കിയാൽ അറിയുള്ളൂ. ഓൾറെഡി നമ്മുടെ കയ്യിലായിട്ട് അവൈലബിൾ അല്ല, പുറമേ നിന്ന് മേടിച്ച് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് വെച്ച് നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയത്തെ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ CD യൂണിറ്റിൻ്റെ ആണെന്ന് കൺഫേം ചെയ്താലാണ് നമുക്കത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഞാൻ നോക്കിയിട്ട് പറയാൻ തരും കേട്ടോ. പിന്നെ അതേപോലെ ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് സൈഡ് ലീക്ക് ഉണ്ട്, ഓയിൽ ലീക്ക് കാണണമെങ്കിൽ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതഴിച്ചതിൻ്റെ ഗ്യാസ്കറ്റ് ആ മൗണ്ട് റബ്ബർ മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ഫ്രണ്ട് ബുഷ് എന്ന് പറയുമ്പോഴത്തേക്കും ലിങ്കിൻ്റെ ബുഷുകൾക്ക് വേറെ കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ടിലെ ഷോക്കിൻ്റെ ബുഷ് ഗ്രീൻ ബുഷ് വരുമ്പോഴത്തേക്ക് ഇത്രയും നല്ല രീതിയിൽ ഓവലായി പോയില്ല. ഈ സൈഡൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ തന്നെ കൂടി ചാടി പോരാ, അത്രയ്ക്ക് ലൂസാണ് ഇതിൻ്റെ കേട്ടോ. ഇതൊക്കെ നോക്കി അറിയാം. അപ്പോൾ ഗ്രീൻ ബുഷ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടാം, ലിങ്ക് ബുഷ് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻ റോയിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. കമ്പനി ലൈൻ റോ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനിൽ നമുക്ക് കിടക്കുന്നത്. ബ്രേക്കിൻ്റെ കേബിളുകൾ, ഒരു കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, ഒരല്പം ഓയിലൊക്കെ കൂടെ നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ സ്പീഡോമീറ്റർ മാറ്റണ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീറ്റർ അസംബ്ലി മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ മീറ്റർ കേബിൾ മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ വീലിനുള്ളിൽ തന്നെ ഈ ക്രൗണ് പിരിയൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്വിച്ച് നമുക്ക് മാറ്റിയിടണം. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് വീൽ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വീൽ ബെയറിങ്ങിൻ്റെ കേസ് നിലയിൽ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം ഒരു 50% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാക്ക് ടയറൊക്കെ മാറ്റണ സമയത്ത് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ട. അതായത് ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. ആ ബാക്ക് ടയർ മാറുന്ന സമയത്ത് ഈ റിമ്മേപ്പടി അഴിച്ച് ബാക്കിലേക്ക് ഇടുക. അതിന് ശേഷം പുതിയ ആ ബാക്കിൽ കിടക്കുന്ന റിമ്മോ പുതിയ ടയർ ഇട്ടിട്ട് ഫ്രണ്ടിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു സ്മൂത്ത്നെസ് കിട്ടും, വെട്ടൽ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി യൂണിറ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. ഒരല്പം ലെവൽ ഓറ് പോലെ തോന്നുന്നുണ്ട്. അതൊന്ന് ടോപ്പ് ഒരു 100 മില്ലി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കും. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് നോക്കിയിട്ട്, കാരണം ഇപ്പോൾ നമ്മൾ വീൽ അഴിച്ച് നിർത്തിയാണ് പറഞ്ഞാൽ പൊസിഷൻ കറക്റ്റ് അല്ല. അപ്പോൾ അത് കറക്റ്റ് ആയതിന് ശേഷം നോക്കാം. ലെവൽ കുറവുണ്ടെങ്കിൽ നമുക്കൊരു 100 മില്ലി ഓയിൽ ഒഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ ആക്സിലേറ്ററിൻ്റെ കേസ് എന്ന് പറഞ്ഞാലുണ്ടോ, അപ്പോൾ നിലവിൽ ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേബിളിൻ്റെ. കലമണി ഓടിക്കോളും. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റ് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ അതനുസരിച്ച് വർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മിസ്സിങ്ങിൻ്റെ കേസ് പ്രത്യേകം എടുത്ത് പറയണം. ബാക്കിയത്തെ കാർബേറ്റർ മിസ്സിങ് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി അഴിച്ചേക്കണത്. അത് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം മാറിയില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ CD യൂണിറ്റിൻ്റെ കേസ് വരാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. മിസ്സിങ് ആയതുകൊണ്ട് നമുക്കത് കൺഫേം ചെയ്യാതെ കൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കൽ നടക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഒന്നും കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ.